വാസന്തി സൂപ്പർ ബെഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തയ്യൽ പഠിച്ചിട്ടുള്ള ഏവർക്കും വളരെ പ്രയോജനകരമായൊരു വീഡിയോ ആണിത്. ഹൈനെക്ക് സാരി ബ്ലൗസ് തയ്ക്കാൻ തുണി മുറിക്കുന്ന ഒരു വീഡിയോ ആണിത്. ബ്ലൗസ് തയ്ക്കേണ്ട തുണിയും അതിൻ്റെ ലൈനിങ്ങുമാണിത്. ആദ്യം നമുക്ക് അളവ് ബ്ലൗസിൽ നിന്നും അളവെടുക്കാം. ഇതാണ് അളവ് ബ്ലൗസ്. അളവ് ബ്ലൗസ് സാധാരണ ഒരു ബ്ലൗസാണ്. സാധാരണ ബ്ലൗസിൽ നിന്നും അളവെടുത്ത് ഒരു ഹൈനെക്ക് ബ്ലൗസ് തയ്ക്കുമ്പോൾ അളവിൽ ഒരുപാട് മാറ്റങ്ങൾ ആവശ്യമാണ്. ബ്ലൗസിൻ്റെ ഇറക്കം 14 ഇഞ്ചാണ്. അതങ്ങനെ തന്നെയാണ് വേണ്ടത്. കഴുത്ത് അകലത്തിലും ഷോൾഡറിൻ്റെ അളവിലുമാണ് വ്യത്യാസം വരുത്തേണ്ടത്. ഷോൾഡറിൻ്റെ അളവ് കൃത്യമായിരിക്കണം. ഇവിടെ ഷോൾഡറിൻ്റെ അളവ് 12 ഇഞ്ചാണ്. അടുത്തതായി ബ്രാ കട്ടിൻ്റെ അളവ് 11.5 ഇഞ്ചാണ്. തയ്ച്ച് കഴിയുമ്പോഴേക്കും 11.5 ഇഞ്ച് ബ്രാ കട്ടിന് താഴ്ച വേണം. അളവ് ബ്ലൗസ് ക്രോസ് കട്ടിങ് ബ്ലൗസാണ്. അടുത്തത് ബ്ലൗസിൻ്റെ വണ്ണം ആണ് എടുക്കേണ്ടത്. വണ്ണം ഇവിടെ 9.5 ഇഞ്ചാണ് വേണ്ടത്. പിന്നെ നോക്കുന്നത് ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കമാണ്. ഇവിടെ കഴുത്തിറക്കം 6 ഇഞ്ചാണ്. ഇത്രയും അളന്നെടുത്തതിന് ശേഷം നമുക്ക് ലൈനിങ് തുണിയിൽ മുറിച്ച് നോക്കാം. ലൈനിങ് തുണി നേരെ പകുതിയായി മടക്കുക. ഇപ്പോൾ നമ്മൾ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടാണ് മുറിക്കാൻ പോകുന്നത്. ബ്ലൗസ് തയ്ച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് 14 ഇഞ്ച് ഇറക്കമാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ 15 ഇഞ്ചാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം മേലെ നിന്ന് താഴേക്ക് 5 ഇഞ്ച് കൈക്കുഴിക്ക് കൂടി വരച്ചു വെക്കുക. ബ്ലൗസിൻ്റെ വീതി അഥവാ വണ്ണം എന്ന് പറയുന്നത് 9.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ 10.5 ഇഞ്ച് എടുക്കുന്നു. 1 ഇഞ്ച് കൂട്ടിയെടുക്കുന്നു. ബ്ലൗസിൻ്റെ കഴുത്തകലം 3 ഇഞ്ചാണ് എടുക്കേണ്ടത്. അളവ് ബ്ലൗസിൻ്റെ കൃത്യമായ ഷോൾഡർ അളവ് 9 ആണ്. പക്ഷേ ഹൈനെക്ക് ബ്ലൗസ് തയ്ക്കുമ്പോൾ 9 എടുത്താൽ ശരിയാവില്ല, ബ്ലൗസ് ഇടാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഞാൻ അളവെടുക്കുമ്പോൾ ഷോൾഡർ മാക്സിമം വലിച്ചിട്ടാണ് ഞാൻ അളവെടുത്തിരിക്കുന്നത്. കണ്ടിട്ടില്ലേ? അപ്പോൾ കിട്ടിയ അളവ് 12 ആണ്. അപ്പോൾ 12ൻ്റെ പകുതി 6ഉം തുന്നാനുള്ള തുണിയും കൂടി 6.5 ഇഞ്ച് വേണം ഷോൾഡർ എടുക്കാനായിട്ട്. 6.5 ഇഞ്ച് ഷോൾഡറിൽ നിന്നും താഴേക്ക് 5 എടുത്തിട്ട് ഇതുപോലെ കൈക്കുഴി വരച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ 3 ഇഞ്ച് കഴുത്തളവ് വെച്ചല്ലോ, അവിടെ നിന്നും ഷോൾഡറിലേക്ക് 1/4 ഇഞ്ച് ചരിച്ചിട്ട് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുക. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് തുണി മുറിച്ച് കൊടുക്കാം. മുറിക്കുന്നതിന് മുന്നേ അളവുകൾ കൃത്യമാണോ എന്ന് ഒന്നുകൂടി നോക്കണം. പിന്നെ ഇവിടെ ഷോൾഡറിൻ്റെ അടുത്ത് മുറിക്കുമ്പോൾ ഇതുപോലെ ചെരിച്ചിട്ടാണ് മുറിക്കേണ്ടത്. ഞാൻ പറഞ്ഞു തരാം. കണ്ടില്ലേ? ഇവിടെ 1/4 ഇഞ്ച് നമ്മൾ ചെരിച്ചിട്ട് വരഞ്ഞ് വെച്ചത് ഓർമ്മയില്ലേ? ആ ചെരിച്ചിട്ടാണ് ഇവിടെ മുറിക്കേണ്ടത്. ബ്ലൗസിൻ്റെ കൈക്കുഴിയുടെ അളവ് എന്ന് വെച്ചത് 8 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നമ്മൾ 5 ഇഞ്ച് താഴ്ത്തി മുറിച്ചാൽ മതിയാകും. അധികം മുറിച്ച് പോയാൽ പിന്നീട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. എന്തായാലും നമ്മൾ ബ്ലൗസ് കൂട്ടി തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൈക്കുഴി ഒന്നുകൂടി അളവെടുത്ത് മുറിച്ച് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ കുറേ അധികം മുറിച്ച് പോകരുത്. അങ്ങനെ നമ്മൾ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് മുറിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ട് മുറിച്ചെടുക്കാം. അതിനു വേണ്ടി നമ്മൾ മുറിച്ചെടുത്ത ബാക്ക് പാർട്ടിൻ്റെ തുണി ഇതുപോലെ ഈ മറ്റേ തുണിയുടെ മേലെ എടുത്തു വെക്കുക. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട് പീസ് മുറിക്കുമ്പോൾ 1/4 ഇഞ്ച് തുന്നത്തുണിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് വേണം മുറിക്കാനായിട്ട്. ഇതാ കണ്ടില്ലേ? ഇതുപോലെ 1/4 ഇഞ്ച് അധികം വെച്ചിട്ട് വേണം നമ്മൾ മുറിക്കാനായിട്ട്. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ മുറിക്കാൻ പോകുന്നത് ഫ്രണ്ട് കഴുത്താണ്. അപ്പോൾ കഴുത്തിൻ്റെ അളവ് വളരെയധികം ശ്രദ്ധിച്ച് വേണം മുറിക്കാനായിട്ട്. നമ്മൾ നേരത്തെ ബാക്ക് പീസിന് 3 ഇഞ്ചാണ് കഴുത്തളവ് എടുത്തിരിക്കുന്നത്. അതുപോലെ കുത്തനെ 3 ഇഞ്ചും കൂടി എടുക്കുക. ഇതുപോലെ വരച്ചിട്ട് ഇനി നമുക്ക് മുറിച്ച് കൊടുക്കാം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് കഴുത്തിൻ്റെ അകലം 3 ഇഞ്ചാണ്. അപ്പോൾ സാധാരണ ബ്ലൗസിന് 3 ഇഞ്ച് അകലം എടുത്താൽ ടോട്ടലായിട്ട് അടിച്ച് വരുമ്പോഴേക്കും കഴുത്തകലം 6.5 ഇഞ്ചായിട്ട് വരും. അപ്പോൾ അത് അധികമായിരിക്കുമല്ലോ. പക്ഷേ ഇവിടെ നമ്മൾ 3 ഇഞ്ച് കഴുത്തകലം എടുത്താൽ അടിച്ച് വരുമ്പോഴേക്കും അത് 2.25 കുറയും.
അങ്ങനെയാണെങ്കിൽ കഴുത്തകലം 5.5 ഇഞ്ചാണ് കിട്ടുക. ഇവിടെ കഴുത്തിൻ്റെ വണ്ണം കുറഞ്ഞ ഒരാളായതുകൊണ്ടാണ് ഞാൻ 3 ഇഞ്ച് എടുത്തിരിക്കുന്നത്. കഴുത്ത് വണ്ണം കൂടുതൽ, അതായത് തടിയുള്ള ഒരാളാണെങ്കിൽ 3.5 ഇഞ്ചെങ്കിലും കഴുത്ത് വണ്ണം വേണ്ടി വരും. ഇവിടെ കൈക്കുഴി മുറിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ബാക്ക് പീസിൻ്റെ കൈക്കുഴിയിൽ അത്ര തന്നെ എടുക്കാൻ പാടില്ല. 1 ഇഞ്ച് മേലെ വെച്ചിട്ട് വേണം മുറിക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ബ്ലൗസ് അടിച്ച് വരുമ്പോഴേക്കും കൈക്കുഴി അധികമായി പോകും. ഇങ്ങനെ എന്തിനാണ് അധികം തുണി എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ടക്കൊക്കെ ഇടേണ്ടതാണല്ലോ കൈക്കുഴിയുടെ സൈഡിലൊക്കെ. അപ്പോൾ കൈക്കുഴി ഭാഗത്ത് നമുക്ക് ടക്ക് ഇടേണ്ടത് കൊണ്ടാണ് ഇങ്ങനെ അധികം തുണി എടുക്കുന്നത്. ഇല്ലെന്ന് വരികിൽ ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും അളവുകൾ തമ്മിൽ വ്യത്യാസം വരും. ഇനി നമുക്ക് ഫ്രണ്ട് കഴുത്ത് എങ്ങനെയാണ് മുറിക്കുന്നത് നോക്കാം. ഇതുപോലെ 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് കഴുത്തിൻ്റെ ഇറക്കം വേണ്ടത് 6 ഇഞ്ചാണല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് വേണം നമ്മൾ 6 ഇഞ്ച് താഴെ വരക്കാനായിട്ട്. കാരണം ഈ മേലോട്ട് കാണുന്ന 3 ഇഞ്ച് ആണ് ഹൈനെക്കായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഈ 3 ഇഞ്ച് താഴ്ത്തിയിട്ട് വേണം നമ്മൾ 6 ഇഞ്ച് കഴുത്തിന് ഇറക്കം എടുക്കാനായിട്ട്. അതുപോലെ ഫ്രണ്ടിൽ കഴുത്തിൻ്റെ റൗണ്ടിൻ്റെ വീതി ഉണ്ടല്ലോ, അത് നമുക്ക് 3.5 എടുക്കാം, 3 എടുക്കാം. നല്ല റൗണ്ട് വേണം, നല്ല വീതി വേണമെന്നുണ്ടെങ്കിൽ 3.5 എടുക്കാവുന്നതാണ്. ഞാനിവിടെ 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ കഴുത്ത് വരച്ചു കൊടുക്കുക. അതായത് ഇവിടെ നമ്മൾ 1.25 ഇഞ്ച് എടുത്തിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മേലോട്ടും അങ്ങോട്ടും 1.25. ഇവിടെ നമ്മൾ 3 ഇഞ്ച് എടുത്താണ് വരഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ മുറിച്ച് കൊടുക്കുക. ആ പീസ് മുറിച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ബ്രാ കട്ടിങ് കൂടി ഒന്ന് വരച്ചെടുക്കാം. ഇവിടെ നമുക്ക് ബ്രായുടെ ഇറക്കം വേണ്ടത് 11.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ നിന്നും ഒരു 12 ഇഞ്ച്, 12.25 ആയാലും കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കഴുത്ത് മുറിച്ചെടുക്കാം. റൗണ്ട് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഏത് കഴുത്താണോ വേണ്ടത്, ഏത് ഷേപ്പാണോ കഴുത്തിന് വേണ്ടത്, അങ്ങനെ നമുക്ക് വരച്ച് മുറിച്ചിട്ട് തയ്ച്ച് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഹൈനെക്ക് തയ്ക്കുമ്പോൾ നമുക്ക് ക്രോസ് കട്ടിങ്ങിലൂടെ ഒരിക്കലും ഈ ബ്ലൗസ് തയ്ക്കാൻ പറ്റുകയില്ല. ക്രോസ് കട്ട് ബ്ലൗസിൻ്റെ ഒരു സുഖം ഈ ഒരു ബ്ലൗസിന് എന്തായാലും കിട്ടുകയില്ല. നമ്മൾ കൈക്കുഴി മുറിക്കുമ്പോൾ ബാക്ക് പീസിനേക്കാൾ 1 ഇഞ്ച് മേലെ കയറ്റിയിട്ടാണല്ലോ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ കൈക്കുഴി മുറിച്ചത്. അതുപോലെ തന്നെ ഫ്രണ്ട് പീസിന് ബാക്ക് പീസിനേക്കാൾ 1 ഇഞ്ച് വണ്ണം കൂടി കൂട്ടിയെടുക്കണം. 1 ഇഞ്ച് അധികം എടുക്കണം വണ്ണം. നമ്മൾ 10.5 എടുത്തതെങ്കിൽ, ബാക്ക് പീസ് 10.5 എടുത്തതെങ്കിൽ ഫ്രണ്ട് പീസിന് 11.5 എടുക്കണം. ഇനി നമുക്ക് ബ്രാ കട്ടിങ് മുറിക്കാം. അളവ് ബ്ലൗസിൽ എങ്ങനെയാണോ അളവുള്ളത് അതുപോലെ അളവെടുത്തിട്ട് ഇതുപോലെ വരച്ചിട്ട് വേണം മുറിക്കാനായിട്ട്. ഞാനിവിടെ 5 ഇഞ്ചാണ് ഇതുപോലെ കുത്തനെ എടുത്തിരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 4 ഇഞ്ചാണ് ഈ അളവ് എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ 4 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കാൻ മറക്കല്ലേ. തയ്യൽ തുമ്പിൻ്റെ 4 ഇഞ്ച് കഴിച്ചാണ് ഞാൻ 4 ഇഞ്ച് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ വരച്ചിട്ട് മുറിച്ചെടുക്കാം. ഹൈനെക്ക് ബ്ലൗസ് അടിക്കാൻ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് കാണും. 1-2 എണ്ണം തയ്ച്ച് കഴിയുമ്പോഴേക്കും വിഷമമൊക്കെ മാറിക്കിട്ടും.
ഇനി നമുക്ക് മുറിച്ച ലൈനിങ് തുണി വെച്ചിട്ട് നമുക്ക് ബ്ലൗസ് തുണി മുറിച്ചെടുക്കാം. നമ്മൾ ബ്ലൗസിന് തുണി മുറിക്കുമ്പോൾ അതിൻ്റെ നൂലിൻ്റെ ആ ഇഴ കണ്ടില്ലേ, ഇഴ കുത്തനെയാണോ വിലങ്ങനെയാണോ എന്ന് നോക്കണം. ഇതിപ്പോൾ കുത്തനെയാണുള്ളത് നൂലിൻ്റെ ഇഴ. അപ്പോൾ അത് അങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ ബ്ലൗസിന് തുണി മുറിക്കാനായിട്ട്. നമ്മൾ ആദ്യം തന്നെ തുണി മുറിക്കുമ്പോൾ നമ്മൾ ലൈനിങ്ങിൽ വേണം മുറിക്കാനായിട്ട്. ബ്ലൗസിൻ്റെ അളവൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് ലൈനിങ്ങിൽ വെച്ചിട്ട് ഇതുപോലെ ഫസ്റ്റ് മുറിച്ചെടുക്കുക. പിന്നീട് നന്നായി മുറിച്ചു എന്നുള്ള ബോധ്യം വന്നാൽ പിന്നെ നമുക്കത് വെച്ച് നമുക്ക് ബ്ലൗസിൻ്റെ തുണി വെച്ച് ഇതുപോലെ മുറിക്കാവുന്നതാണല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും പ്രത്യേകിച്ച് തയ്യൽ അതായത് ഹൈനെക്ക് ബ്ലൗസ് തയ്ക്കാൻ അറിയാത്തവർക്ക് എല്ലാവർക്കും തന്നെ ഇതൊരു നല്ലൊരു വീഡിയോ ആയിരിക്കുമെന്ന് കരുതുന്നു. എന്തെങ്കിലും മനസ്സിലാവാണ്ട് സംശയം ബാക്കിയുണ്ടെങ്കിൽ കമൻറ്റിലൂടെ എഴുതി ചോദിക്കാവുന്നതാണ്. അതിനുള്ള കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ എന്താണ് പറയേണ്ടതെന്ന് വെച്ചാൽ അടുത്ത വീഡിയോ ഇത് തയ്ക്കുന്ന വീഡിയോ ആണ്. ഈ ബ്ലൗസ് അതായത് ഹൈനെക്ക് ബ്ലൗസ് തയ്ക്കുന്നൊരു വീഡിയോ ആയിട്ടാണ് അടുത്തതായിട്ട് വരുന്നത്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.